കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹസ്രാബ്ദ വാഴ്ചയും പുതുവാന ഭൂമിയും എന്നുള്ളതായിരിക്കുന്ന വീഡിയോയിലെ മൂന്നാമത്തെ വിഷയത്തിലേക്കാണ് ഞാൻ ഇന്ന് വരുന്നത്. ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലെ യെരുശലേം എങ്ങനെയായിരിക്കും, ഇന്നത്തെ യെരുശലേം സഹസ്രാബ്ദ വാഴ്ചയിൽ എങ്ങനെയായിരിക്കും എന്നുള്ള വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. 1000 ആണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തെ വാഴുമ്പോൾ ഇന്നത്തെ യെരുശലേം നഗരമായിരിക്കും അന്നത്തെ ലോകത്തിൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാന നഗരി അതായിരിക്കും, ലോകത്തിൻ്റെ തന്നെ തലസ്ഥാന നഗരി അതായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അബ്രഹാമിൻ്റെ കാലത്ത് ഇതിൻ്റെ പേര് ശാലേം എന്നുള്ളതായിരുന്നു, ശാലേം രാജ്യം എന്നുള്ളതായിരുന്നു. അവിടുത്തെ മൽക്കിസദേക്ക് എന്ന രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് വന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ. യോശുവയുടെ കാലത്ത് ഈ ദേശം പിടിച്ചടക്കാനായിട്ട് ചെന്നപ്പോൾ യെബൂസ്യരായിരുന്നു അവിടെ വാണിരുന്നത് എന്ന് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ യെബൂസ്യ ഗിരി എന്ന് യോശുവയുടെ കാലത്ത് ഇതിനെ വിളിക്കപ്പെട്ടിരുന്നു. ഇന്നത്തെ യെരുശലേമിൻ്റെ അന്നത്തെ പേരായിരുന്നു യെബൂസ്യ ഗിരി എന്നുള്ളതെന്ന് കാണാനായിട്ട് പറ്റും. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയിൽ കൂടി കയറി യെരുശലേം എന്ന യെബൂസ്യ ഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും അതങ്ങനെ തുടർന്ന് പോവുകയാണ്. യെബൂസ്യ ഗിരി, യെരുശലേമിൻ്റെ അന്നത്തെ പേരായിരുന്നു യെബൂസ്യ ഗിരി എന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിനുശേഷം രാജാക്കന്മാരുടെ കാലത്ത്, ദാവീദ് രാജാവിൻ്റെയൊക്കെ കാലത്ത് ഇതിൻ്റെ പേര് സിയോൻ എന്നായിരുന്നു. നമ്മൾ തിരുവെഴുത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അർണോൻ താഴ്വരയുടെ അറ്റത്തുള്ള ആരോവേർ മുതൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം വരെയും. അപ്പോൾ അന്ന് ഇതിനെ വിളിച്ചിരുന്നത് സിയോൻ പർവ്വതം എന്നായിരുന്നു എന്ന് കാണാനായിട്ട് പറ്റും. ഒരു വാക്യം കൂടെ ഞാൻ അതിനെക്കുറിച്ച് വായിക്കാം. ആ സിയോൻ പർവ്വതത്തിലായിരുന്നു യെബൂസ്യരുടെ കോട്ട സ്ഥിതി ചെയ്തിരുന്നത്. ആ കോട്ടയായിരുന്നു ദാവീദ് രാജാവ് പിടിച്ചടക്കിയത് എന്ന് 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അത് തന്നെ ദാവീദിൻ്റെ നഗരം, സിയോൻ കോട്ട എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബെന്യാമിൻ ഗോത്രമാണ് യെരുശലേമിൽ പാർത്തിരുന്നത് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ബെന്യാമിൻ ഗോത്രമാണ് ഈ ഇസ്രായേൽ ജനത വാഗ്ദത്ത കനാൻ ദേശം പിടിച്ചടക്കിയപ്പോൾ യെരുശലേം എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഒരു വലിയ നഗരം, അല്ലെങ്കിൽ യെരുശലേം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രദേശം, ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ വസിച്ചിരുന്നത് ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ബെന്യാമിനായിരുന്നു അവിടെ പാർത്തിരുന്നത്. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെരുശലേം തലസ്ഥാനമാക്കി രാജഭരണം നടത്തിയ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ദാവീദായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ദാവീദായിരുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന് മുമ്പ് ശൗൽ രാജാവ് യെരുശലേം വാണിരുന്നു. എന്നാൽ ശൗൽ രാജാവും ദാവീദിൻ്റെ ആദ്യകാലം ഏകദേശം 3 വർഷം ദാവീദിൻ്റെ ആദ്യകാലവും ഒക്കെ വാണിരുന്നത് ഹെബ്രോനിലായിരുന്നു. അതിനുശേഷമാണ് ഇന്നത്തെ യെരുശലേം തലസ്ഥാനമാക്കി ദാവീദ് അവിടെ വാഴ്ച തുടങ്ങിയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണ്. ഈ വാക്യങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ കുറിച്ചിടാം. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് പരിശോധിച്ച് അറിയാവുന്നതാണ്. ഞാനിതെല്ലാം എടുത്ത് പറയാത്തത് നമ്മൾ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കണമല്ലോ, അതുകൊണ്ടാണ് ഇതിൻ്റെ വാക്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വായിക്കാത്തത്. അപ്പോൾ ആദ്യമായി ഇസ്രായേൽ രാജാവ് യെരുശലേം കേന്ദ്രമാക്കി വാഴ്ച തുടങ്ങിയത് ദാവീദ് രാജാവായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവം തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഭൂമിയിലെ ഒരു നഗരമായിരുന്നു യെരുശലേം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യെരുശലേം നഗരത്തിൽ
എൻ്റെ മുമ്പാകെ എൻ്റെ ദാസനായ ദാവീദിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കത്തക്കവണ്ണം ഞാൻ അവൻ്റെ മകന് ഒരു ഗോത്രത്തെ കൊടുക്കും എന്നാണ്. അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം എന്താ അരുളി ചെയ്യുന്നത്? എൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യെരുശലേം നഗരം എന്നാണ്. അപ്പോൾ ഈ യെരുശലേമിലെ, ഭൂമിയിലെ യെരുശലേമിനെ ദൈവം തൻ്റെ നഗരമായി താൻ വസിക്കേണ്ടതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഒരു നഗരമായിരുന്നു അതെന്ന് കാണുവാനായിട്ട് പറ്റും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഭൂമിയെ കൊണ്ട് സത്യം ചെയ്യരുത്, അത് സ്വർഗത്തിലെ രാജാവിൻ്റെ പാദപീഠം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? യെരുശലേമിനെ കൊണ്ടും അരുത്, അത് നിത്യരാജാവിൻ്റെ നഗരം എന്ന് പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠം, യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ തൻ്റെ ജനത്തോടു കൂടെ, തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തായിരിക്കുന്ന ഒരു ഭൂമിയിലെ ഒരു പട്ടണമാണ് യെരുശലേം നഗരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ യെരുശലേമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. തുടർന്ന് ചില കാര്യങ്ങൾ കൂടെ യെരുശലേം 1000 ആണ്ട് വാഴ്ചക്കാലത്ത് യെരുശലേമിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. മഹാപീഡന കാലത്ത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ദേവാലയം യെരുശലേമിൽ ഉയരും. ഇനി ഉയരാനിരിക്കുന്ന സംഭവം, ഇനി യെരുശലേമിൽ സംഭവിക്കാനിരിക്കുന്ന മുഖ്യമായിരിക്കുന്ന കാര്യം അതാണ്, ഒരു ദേവാലയം പണിയണം. അതിനുവേണ്ടി ഇസ്രായേലിയ ജനങ്ങളെല്ലാം വട്ടം കൂട്ടി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ നേതൃത്വം വഹിക്കുന്നതും അത് പണിയാൻ തക്കവണ്ണം അതിന് എന്താ പറയുന്നത്, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും ആൻറ്റി ക്രൈസ്റ്റ് ആയിരിക്കും. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നേതൃത്വത്തിലായിരിക്കും മഹാപീഡനകാല ദേവാലയം പണിയപ്പെടുന്നത് എന്നുള്ളത്, യെരുശലേമിൽ പണിയപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാനതിൻ്റെ ഒരു വാക്യം വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ നേതൃത്വത്തിൽ, അതിനെല്ലാം വാക്യങ്ങളുണ്ട്, വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇനിയൊരു മഹാപീഡനകാല ദേവാലയം യെരുശലേമിൽ പണിയുകയും അത് അവനാൽ തന്നെ നശിപ്പിക്കപ്പെടുകയും ചെയ്യും, ആൻറ്റിക്രൈസ്റ്റിനാൽ തന്നെ നശിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ 1000 ആണ്ട് വാഴ്ചക്കാലം ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, കർത്താവ് തന്നെ നേരിട്ട് തൻ്റെ ആലയം യെരുശലേമിൽ പണിയും എന്നുള്ളതാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 8-ന്റെ 14. അതിന് അവനോട് എന്ന് പറഞ്ഞാൽ ഈ ദർശനം ദാനിയേലിന് കാണിച്ചു കൊടുക്കുകയാണ്, ഓരോ ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മഹാപീഡന കാലത്തൊരു ദേവാലയമുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതിനകത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രദർശിപ്പിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ യുദ്ധത്തിൽ ആ ദേവാലയം അവൻ ഇടിച്ചു കളയുന്നത്, ആൻറ്റിക്രൈസ്റ്റ് ഇടിച്ചു കളയുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചു കൊടുത്തതിനെക്കുറിച്ച് പറയുകയാണ്. അതിനെക്കുറിച്ച് അവനോട് ഇത് എത്രത്തോളം നിലനിൽക്കും, ഈ ദർശനവും ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ എത്രത്തോളം നിലനിൽക്കും എന്ന് ദൂതനോട് ദാനിയേൽ ചോദിക്കുമ്പോൾ ദാനിയേലിന് അതിനുള്ള മറുപടി കിട്ടുന്നതാണ്. ദൂതൻ ദാനിയേലിനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്ന്. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്ന് പറഞ്ഞാൽ മഹാപീഡനത്തിൻ്റെ അവസാനത്തിൽ മഹാപീഡനകാല ദേവാലയം നശിപ്പിക്കപ്പെടുകയും അതിനുശേഷം വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുകയും ചെയ്യും. അതിനുശേഷം വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുമെന്ന് പറയുന്നത് ആര് പണിയുന്നതാ, ആരുടെ നേതൃത്വത്തിൽ പണിയുന്നതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം സ്ഥാപിക്കപ്പെട്ടെങ്കിൽ മാത്രമേ യെരുശലേമിൽ ഇനിയൊരു ദേവാലയം ഉണ്ടാകുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. സെഖര്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരുശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എൻ്റെ ആലയം അതിൽ പണിയും, യെരുശലേമിൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ആലയം, ഞാൻ കരുണയോടെ യെരുശലേമിലേക്ക് തിരിയുന്ന കാലത്ത്
ഞാൻ എൻ്റെ ആലയം അതിൽ പണിയും എന്ന് അവിടെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയാണ്. സെഖരിയ പ്രവചനം തന്നെ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 6-ന്റെ 12-13 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. അപ്പം മുള എന്ന് പേരുള്ള ഒരുത്തൻ തന്നെ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് അവൻ യഹോവയുടെ വിശുദ്ധ മന്ദിരം പണിയണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നേരിട്ട് ദേവാലയം പണിതെങ്കിൽ മാത്രമേ 1000 ആണ്ടിൽ ആ ദേവാലയമാണ് നിലനിൽക്കുന്നത്. എങ്കിൽ മാത്രമേ ശാശ്വതമായിരിക്കുന്ന ദേവാലയം ഇനി യഹൂദ ജനത്തിന് കിട്ടുകയുള്ളൂ. അല്ലാതെ യഹൂദ ജനം എത്ര കഷ്ടപ്പെട്ട് സ്വന്തം പണിതാലും അതും ഇടിച്ചു കളയപ്പെടും എന്നുള്ളത്. ഒരു ദേവാലയം കൂടെ യെരുശലേമിൽ പണിയപ്പെടുകയും ഇടിക്കപ്പെടുകയും ചെയ്യും. അത് മഹാപീഡനകാല ദേവാലയമാണ്. അതിന് പണിയാൻ നേതൃത്വം കൊടുക്കുന്നത് ആൻറ്റിക്രൈസ്റ്റാണ്. അവൻ തന്നെ അത് ഇടിച്ചു കളയുകയും ചെയ്യും എന്നുള്ളത് കാണാനായിട്ട് പറ്റും. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭഘട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ആലയം പണിയും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. സെഖരിയ പ്രവചനത്തിൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം അതിൻ്റെ 68 29-ാം വാക്യം. 68-ന്റെ 29-ാം വാക്യത്തിൽ, യെരുശലേമിലുള്ള നിൻ്റെ വിശുദ്ധ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. 1000 ആണ്ടിനെക്കുറിച്ച് പറയുന്നതാണ്. യെരുശലേമിലുള്ള നിൻ്റെ വിശുദ്ധ മന്ദിരം നിമിത്തം, യെരുശലേം ദേവാലയം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും എന്ന് ഉള്ളതായിരിക്കുന്ന കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം സഹസ്രാബ്ദ യെരുശലേമിനെ കുറിച്ചാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. സഹസ്രാബ്ദ യെരുശലേമിലെ ആദ്യമായിട്ട് അവിടെ ഉയരേണ്ടതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അവിടെ ഉയരണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആലയം അവിടെ പണിയപ്പെടണം എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ സഹസ്രാബ്ദ യെരുശലേമിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ പൂർത്തിയാകുമോ എന്നെനിക്ക് അറിയുകയില്ല. കഴിഞ്ഞില്ലെങ്കിൽ ഇതിനോട് ചേർത്ത് തന്നെ ഞാൻ അതിൻ്റെ ഇതിൻ്റെ രണ്ടാം ഭാഗവും സഹസ്രാബ്ദ യെരുശലേം എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗവും കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ കർത്താവ് എന്തിനാണ് യെരുശലേം ദേവാലയം അവിടെ പണിയുന്നതെന്നറിയാമോ? നമ്മുടെ കർത്താവ് തന്നെയാണ് അവിടെ അധിവസിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് സ്ഥിരമായിട്ട് വസിക്കും. ഇപ്പോൾ നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ വായിച്ചില്ലേ, അത് മഹാരാജാവിൻ്റെ നഗരമാണ് യെരുശലേം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആകണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അവിടെ രാജാവായിട്ട് വാഴണം എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 135-ന്റെ 21 നമ്മളിങ്ങനെ വായിക്കുന്നു, യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവ, യെരുശലേം കേന്ദ്രമാക്കി നമ്മുടെ കർത്താവ് 1000 ആണ്ട് വാഴുന്നത് യെരുശലേം കേന്ദ്രമാക്കി ആയിട്ടാണ്. അവിടെ അധിവസിക്കുന്ന യഹോവ യെരുശലേമിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് നമ്മൾ അവിടെ വായിച്ചത്. രമ്യാവും 3:17 വായിക്കുന്നത് എന്താ? ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക്, യെരുശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. അപ്പോൾ എന്തിനാ യെരുശലേമിൽ ദേവാലയം പണിയെന്ന് വെച്ചാൽ, ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തായിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധിവാസം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭയങ്കരമായിരിക്കുന്ന തേജസ് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തായിരിക്കും. അതിനാണ് യെരുശലേം ദേവാലയം പണിയപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സഹസ്രാബ്ദ വാഴ്ചയിലെ യെരുശലേം നമ്മുടെ കർത്താവ് അധിവസിക്കുന്നതായിരിക്കുന്ന സ്ഥലമാണ് എന്നാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. യോവേൽ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം. അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരുശലേം വിശുദ്ധമായിരിക്കും, അന്യജാതിക്കാർ ഇനി അതിൽ കൂടി കടക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ
വസിക്കുന്നവനായി അധിവസിക്കുന്നവനായിരിക്കും എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞ് സഹസ്രാബ്ദ വാഴ്ചയിലെ അല്ലെങ്കിൽ 1000 ആണ്ട് കാലഘട്ടത്തിലെ യെരുശലേമിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ യെരുശലേമിനെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അവിടെ ദൈവത്തിൻ്റെ ദേവാലയം ഉണ്ടാകും, യെരുശലേം ദേവാലയം ഉണ്ടാകും. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പണിയുന്നതായിരിക്കും, തന്നെ നേതൃത്വത്തിൽ താൻ തന്നെ പണിയുന്നതായിരിക്കും. ഇത് വായിക്കുമ്പോൾ എനിക്കൊരു ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം. അതങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ലെങ്കിലും നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞില്ലേ, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകുന്ന മന്ദിരം പൊളിക്കാനാണ് പറഞ്ഞത് അല്ലേ. കർത്താവിൻ്റെ ശരീരമാകുന്ന മന്ദിരം പൊളിച്ചാൽ ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയുമെന്നാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചല്ലോ. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവർ പൊളിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സംഭവം ശരിയാണെങ്കിലും ഇതിനൊരു ഒരു എക്സ്ട്രാ മീനിങ് കൂടി ഉണ്ടോ എന്നുകൂടി ചിന്തിക്കണം. കാരണം 3 ദിവസം കൊണ്ട് സഹസ്രാബ്ദ ദേവാലയം നമ്മുടെ കർത്താവ് പണിയുമോ? ആയിരിക്കാം, അങ്ങനെയും ആയിരിക്കാം. ഒരുപക്ഷെ ദൈവവചനത്തിലൊക്കെ ഇങ്ങനെ ഒരു കാര്യത്തിന് ചിലപ്പോൾ ഒന്നോ അതിലധികമോ അർത്ഥങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കങ്ങനെ തോന്നിപ്പോയതാണ്. ഒരു ഉപദേശമായിട്ട് പറയുകയല്ല കേട്ടോ. കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് അവിടെ പറഞ്ഞതെന്ന് വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ചിന്തിക്കുന്നു ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ അവിടെ ഒരു ദേവാലയം ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി മൂന്നാമതായിട്ട് ഞാൻ യെരുശലേം ദേവാലയത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, യെരുശലേം ദേവാലയമല്ല, സഹസ്രാബ്ദ യെരുശലേമിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, യെരുശലേം നഗരം മുഴുവൻ തേജസ് ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. യെരുശലേം നഗരം മുഴുവൻ തേജസ് കൊണ്ട് നിറഞ്ഞതായിരിക്കും. യെരുശലേം നഗരം കേട്ടോ, ആ ഇസ്രായേൽ പ്രദേശം മുഴുവനുമല്ല. അന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയൊരു ഭൂപ്രദേശമാണ്. ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇന്നത്തെ അനേക രാജ്യങ്ങൾ ചേരുന്നതായിരിക്കുന്ന, അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന അതിരുകളോളം സമുദ്രം മുതൽ സമുദ്രം വരെയും പിന്നെ നദി മുതൽ നദി വരെയും ഉള്ളതായിരിക്കുന്ന വലിയൊരു വിശാല പ്രദേശമാണ്. അവിടെ മുഴുവൻ തേജസ് ഉണ്ടാകുമെന്നല്ല, യെരുശലേം ഗിരി അല്ലെങ്കിൽ യെരുശലേം പട്ടണം മുഴുവൻ തേജസ് കൊണ്ട് നിറഞ്ഞതായിരിക്കും സഹസ്രാബ്ദ വാഴ്ചക്കാലം എന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് ഞാൻ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാപ്രവചനം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. അപ്പോൾ ചന്ദ്രൻ നാണിച്ചു പോകുന്ന വിധത്തിൽ, സൂര്യൻ ലജ്ജിച്ചു പോകുന്ന വിധത്തിൽ യെരുശലേം പട്ടണം മുഴുവൻ പ്രകാശപൂരിതമായിരിക്കുമെന്നാണ് പറയുന്നത്. പ്രകാശം കൊണ്ട് ജ്വലിച്ച് നിൽക്കുന്നതായിരിക്കും, ഒന്നായിരിക്കും. എന്താ കാരണം എന്നറിയാവോ? യെരുശലേം ദേവാലയത്തിൽ നിന്ന്, അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിഭയങ്കരമായിരിക്കുന്ന തേജസ് അങ്ങ് പ്രകാശിച്ചിട്ട്, നമുക്കറിയാമല്ലോ പണ്ട് ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയം പ്രതിഷ്ഠ ചെയ്തായിരിക്കുന്ന സമയത്ത് സംഭവിച്ചു നമുക്കറിയാമല്ലോ. അന്ന് അവിടെ തേജസ്സിൻ്റെ പുക കൊണ്ട്, തേജസ് കൊണ്ട് പുരോഹിതന്മാർക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് തന്നെ നേരിട്ട് വസിക്കുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ നേരിട്ട് പിന്നെ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നതായിരിക്കുന്ന സമയത്തെ പ്രകാശം എന്തായിരിക്കും? അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിച്ചു പോവുകയും ചെയ്യും എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. എത്ര അതിശയകരമായിട്ടാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, ഇസ്രായേൽ സകല ജനത്തിനും ഭാരമുള്ള കല്ലാണ്. ഇന്ന് ഇസ്രായേൽ എല്ലാ ജനത്തിനും ഒരു പരിഭ്രമ പാത്രമാണ്. ഇന്ന് ഇസ്രായേൽ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു കൈപ്പേറിയ വസ്തുവാണ്. ഇന്നൊരു പിന്നെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്നതിനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പാടുപെടുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, യെരുശലേം സകല ജാതികൾക്കും ഭാരമുള്ളതായിരിക്കുന്ന കല്ലായിരിക്കുമെന്ന് യെരുശലേമിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇപ്പം യെരുശലേം എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം ഇന്ന് എല്ലാവർക്കും അറബ് രാജ്യങ്ങൾക്കെല്ലാം കൈപ്പുളവാക്കുന്ന, വെറുപ്പുളവാക്കുന്ന ഒന്നാണെങ്കിൽ ആ സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി എന്നറിയാമോ? യെശയ്യാ പ്രവചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 62:7 ഇങ്ങനെ വായിക്കുന്നു. 62-ാം അധ്യായം യെശയ്യാ പ്രവചനം 62:7 വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്.
ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കി തീർക്കുമെന്ന ലോകത്തിലുള്ളായിരിക്കുന്ന സകല ജാതികളും യെരുശലേമെന്ന് കേൾക്കുമ്പോൾ സന്തോഷിച്ച് തുള്ളുവാൻ തക്കവണ്ണം അതിൻ്റെ തേജസ്, അതിൻ്റെ അനുഭവം, അതിൻ്റെ ആ അവസ്ഥ എന്ന് പറയുന്നത് അത്രത്തോളം ശ്രേഷ്ഠമായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ ആ യെരുശലേമിനെക്കുറിച്ച്, യെരുശലേം ദേവാലയത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 18-19 വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ച് ഉല്ലസിപ്പിൻ. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും, യെരുശലേമിനെ എങ്ങനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരുശലേമിനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. നോക്കിയാൽ യെരുശലേമിൻ്റെ അവസ്ഥ, സഹസ്രാബ്ദ വാഴ്ച കാലത്ത് യെരുശലേമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. യെശയ്യാ പ്രവചനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം കൂടെ ഞാൻ അതിനെക്കുറിച്ച് വായിക്കട്ടെ. യെശയ്യാവ് തന്നെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുകയാണ് 4-ാം അധ്യായത്തിൻ്റെ യെശയ്യാവ് 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഈ സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മഹാപീഡന കാലത്ത് ഈ ഇസ്രായേലിലും അതുപോലെ തന്നെ യെരുശലേമിലും ഒരുപാട് യഹൂദന്മാർ മരിച്ചു പോകും. 2 ഭാഗം യഹൂദന്മാർ മരിച്ചു പോകും. കൊള്ളരുതാത്തതെല്ലാം കർത്താവ് തീയിലിട്ട് ചുട്ട് കളയുമെന്നേ. കൊള്ളരുതാത്തതെല്ലാം വലയിൽ കുടുങ്ങിയ കൊള്ളരുതാത്തെല്ലാം പറക്കി കളയുമെന്ന് കർത്താവ് ഉപമ പറഞ്ഞില്ലേ? കൊള്ളരുതാത്തെല്ലാം പറക്കി കളയും, നല്ലത് കൂട്ടി വയ്ക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെ ഇവിടെ പറയുന്നത്. ആ മിഞ്ചിയിരിക്കുന്നവനും ശേഷിച്ചിരിക്കുന്നവനും വായിക്കുന്നത് നോക്കിയാൽ: സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും, അവിടെ സഭായോഗങ്ങളൊക്കെ നടക്കും കേട്ടോ, അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. ഈ സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതൊക്കെ വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തിനാ ഈ തേജസ്സിന് മീതെ ഒരു വിധാനം വെച്ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് സമയം അനുവദിക്കുകയാണെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമിയും എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞു വരുമ്പോൾ പിന്നീട് ഞാൻ പറയാം. അവിടെ അതിൻ്റെ സകല തേജസ്സിന് മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കുമെന്ന് അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ രാത്രി പോലും അവിടെ പ്രകാശപൂരിതമായിരിക്കുമെന്നാണ്. ഇസ്രായേലിൻ്റെ മൊത്തത്തിലുള്ള കാര്യം അല്ലാണ്ട് ഈ പറയുന്നത്, യെരുശലേമിൻ്റെ കാര്യമാണ് പറയുന്നത്. സഹസ്രാബ്ദ വാഴ്ചയിലെ യെരുശലേമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. യെരുശലേമിൽ പണ്ട് ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ നടന്നു വന്നതായിരിക്കുന്ന സമയത്ത്, മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ നടന്നു വന്ന സമയമില്ലേ, ആ സമയത്ത് എങ്ങനെയായിരുന്നു അവരെ വഴി നടത്തിയത്? പകല് വെയിൽ കൊള്ളാതെ മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അവർക്ക് ആ മേഘം തന്നെ പാളി കത്തുന്ന തീ പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രകാശം കൊടുത്തുകൊണ്ടിരുന്നു, തണുപ്പിന് പകരം ചൂട് നൽകിക്കൊണ്ടിരുന്നു, പ്രകാശവും കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിലെ യെരുശലേം ദേവാലയത്തിൻ്റെ സ്ഥിതിയും അത് തന്നെയായിരിക്കുന്ന. രാത്രിയിലെ മേഘമുണ്ടാകും, സഭായോഗങ്ങളിന്മേൽ പകലിനൊരു മേഘമായിട്ടും പുകയായിട്ടും ഇരിക്കും, രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും ഉണ്ടാവും. യെരുശലേമിൻ്റെ ഒരു സ്ഥിതിയാണ്. നോക്കിയാൽ എന്ത് രസമായിരിക്കും ആ സഹസ്രാബ്ദ വാഴ്ചയിലെ ഭൂമിയുടെ ആ പ്രകൃതിയിലെ യെരുശലേമിൻ്റെ ആ ചിത്രം കാണുമ്പോൾ, യെരുശലേം പട്ടണത്തിൻ്റെ ആ മനോഹാരിത കാണുമ്പോൾ അവിടെ ഒരു കൃത്രിമ വെളിച്ചവും വേണ്ട, ഒരു കറണ്ടും വേണ്ട, ഒരു ലൈറ്റും വേണ്ട, ഒരു സോളാറിൻ്റെ ലൈറ്റൊന്നും വേണ്ട. അവിടെ എപ്പോഴും പ്രകാശപൂരിതമായിരിക്കും, തേജോമയമായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ യെരുശലേം നഗരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലെ ഈ വിധമായിരിക്കും എന്ന് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ഇനി 4ാമതായിട്ട് ഞാൻ സഹസ്രാബ്ദ വാഴ്ചയിലെ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ 4ാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ടെമ്പിൾ മൗണ്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ദേവാലയം ഇരിക്കുന്നതായിരിക്കുന്ന ആ ഗിരി, ആ ഉയർന്ന മല, ആ പ്രദേശം, ആ ടെമ്പിൾ മൗണ്ട്. ഇന്ന് അവിടെ ദേവാലയമില്ല, ആ ദേവാലയം ഇരിക്കുന്ന സ്ഥലമായിരിക്കും. ആ പ്രദേശങ്ങളിലേക്ക് വെച്ച്, അതായത് ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് വെച്ചെന്ന് വേണമെങ്കിൽ പറയാം.
ഏറ്റവും ഉയർന്ന മല അതായിരിക്കും, ഏറ്റവും ഉയരത്തിലുള്ളായിരിക്കുന്ന മല അതായിരിക്കും എന്ന് കാണാനായിട്ട് പറ്റും. എന്താ ഇതിന് കാരണം എന്നറിയാമോ? ഈ മഹാപീഡന കാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ ഭയങ്കരമായിരിക്കുന്ന ഭൂകമ്പം ഉണ്ടാകും. യെരുശലേം ദേവാലയവും യെരുശലേം പട്ടണവും അല്ലെങ്കിൽ യെരുശലേം ദേവാലയവും പട്ടണവും സ്ഥിതി ചെയ്യുന്ന ആ മലയ്ക്ക് ചുറ്റുമുള്ളായിരിക്കുന്ന മലകളെല്ലാം തന്നെ ഇടിഞ്ഞു പോകും. എന്നിട്ട് സമനിരപ്പായി തീരുന്നതുകൊണ്ട് കർത്താവിൻ്റെ ദേവാലയം ഇരിക്കുന്ന ഈ പ്രദേശം മാത്രം, ആ പട്ടണം ഇരിക്കുന്ന പ്രദേശം മാത്രം എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്കവണ്ണം ഇത് മാത്രം ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് തീരും എന്നുള്ളത് തിരുവെഴുത്തിൽ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചില വാക്യങ്ങൾ അതിനെക്കുറിച്ച് വായിച്ച് കേൾപ്പിക്കാമേ. സങ്കീർത്തന പുസ്തകം 48-ാം അധ്യായം, സങ്കീർത്തന പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. കണ്ടോ, സിയോൻ പർവ്വതം മഹാരാജാവിൻ്റെ നഗരം എന്ന് പറയുന്നതിനെക്കുറിച്ച്. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാവുന്നു. സർവ്വഭൂമിയുടെയും ആനന്ദമായിരിക്കും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ളായിരിക്കുന്ന ജനങ്ങൾക്കെല്ലാം യെരുശലേം എന്ന് കേൾക്കുമ്പോൾ, ഇസ്രായേലല്ല, യെരുശലേം എന്ന് കേൾക്കുമ്പോൾ വലിയ ആനന്ദമായിരിക്കുമെന്നുള്ളത്. പിന്നെ ലോകത്തിലെ സകല ജാതികളും അതിലേക്ക് ഒഴുകി വരും. അതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. തീർത്ഥാടനം നടക്കുന്ന സ്ഥലമായിരിക്കും അവിടെ എന്നുള്ളത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാമേ. യെശയ്യാ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരാം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നോക്കിയേ. അവിടെയും ആ ദേവാലയം ഇരിക്കുന്ന പർവ്വതമായിരിക്കും ചുറ്റുമുള്ളായിരിക്കുന്ന എല്ലാ പർവ്വതങ്ങളെക്കാളും ഉയരത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന പർവ്വതം എന്ന് കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ വായിക്കുന്നത്: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. പർവ്വതങ്ങൾക്ക് മീതെ പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. അത് സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. അനേകം വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബ് ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അപ്പോൾ ആ ഭൂപ്രകൃതിയിൽ എനിക്ക് തോന്നുന്ന ഏകദേശം എന്താ പറയുന്ന മിഡിൽ ഈസ്റ്റ് ആ പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന പർവ്വതമായിട്ട് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഈ യെരുശലേം ദേവാലയം ഇരിക്കുന്ന പർവ്വതമായിരിക്കും ഏറ്റവും ഉയർന്നിരിക്കുക എന്നുള്ളത് ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ അന്ന് ജനങ്ങൾ പറയും, അനേകം വംശങ്ങളും ചെന്ന് പറയും, വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അന്ന് അവിടെ ആലയം ഉണ്ടെന്നുള്ള വ്യക്തമല്ലേ? ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചിരിക്കുകയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. സെഖര്യാ പ്രവചനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. സെഖര്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെയുള്ള കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഇതെങ്ങനെയാണ് ഈ യെരുശലേം എന്ന് പറയുന്ന ഈ പട്ടണം മാത്രം, അല്ലെങ്കിൽ എന്താ പറയുന്ന ഈ സിയോൻ പർവ്വതം മാത്രം ഏറ്റവും ഉയർന്നിരിക്കുന്നത്? മറ്റെല്ലാം താഴേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അന്നാളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വരുന്ന വരവാണ്. വരുന്നത് എവിടേക്കാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കറിയാം, ഒലിവുമലയിലാണ് നമ്മുടെ കർത്താവിൻ്റെ കാല് ചവിട്ടുന്നത്. അവിടെയാണ് താൻ വന്ന് നിൽക്കുക എന്നുള്ളത് അറിയാമല്ലോ. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചമുണ്ടാകില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുന്നതായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് നടുവേ പിളർന്നു പോകും. വലിയൊരു ഭൂകമ്പം ഉണ്ടാകും എന്നർത്ഥം. ആ വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് പിളർന്നു പോവുകയും വലിയൊരു താഴ്വര ഉളവായി വരികയും ചെയ്യുമെന്നാണ്. ഇനിയും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വായിക്കുന്ന വാക്യങ്ങളുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സെഖര്യാ പ്രവചനം തന്നെ 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യം.
ഈ സെഖരിയ പ്രവചനം തന്നെ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യം. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ജീവനുള്ള വെള്ളം, അതായത് പിന്നെ ജീവനുള്ള വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, പുതിയ ഭൂമിയിലെ ജീവജലനദിയൊന്നും അല്ല അവിടുത്തെ അർത്ഥോട്ട്. ജീവനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പത്യമായിരിക്കുന്ന, അത്രയും നല്ല ശുദ്ധമായിരിക്കുന്ന, സകല ജീവജന്തുക്കൾക്കും ജീവിക്കാൻ കഴിയുന്നതായിരിക്കുന്ന വെള്ളം എന്നുള്ള അർത്ഥത്തിലേ ഉള്ള കാണുന്നത്. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. നമ്മുടെ കർത്താവ് യെരുശലേമിന് മാത്രമല്ല രാജാവ്, ഇസ്രായേലിന് മാത്രമല്ല രാജാവ്, സർവ്വഭൂലോകത്തിൻ്റെ രാജാവ് നമ്മുടെ കർത്താവ് 1000 ആണ്ട് വാഴ്ചയിൽ. അത് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഈ വെള്ളം ഒഴുകുന്നതേ ഏത് ഉഷ്ണകാലത്തും ഉണ്ടാകും, ശീതകാലത്തും എല്ലാം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശീതകാലത്ത് യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരുശലേമിന് തെക്ക് റിമ്മോൻ വരെ സമഭൂമിയായി തീരും. നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്ത് ബെന്യാമിൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിൻ്റെ സ്ഥാനം വരെ കോൺ ഗോപുരം വരെ തന്നെ ഹനനേൽ ഗോപുരം മുതൽ രാജാവിൻ്റെ ചക്കാലകൾ വരെയും നിവാസികളുള്ളതാകും. അവർ അതിൽ പാർക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരുശലേമിന് തെക്ക് റിമ്മോൻ വരെ സമഭൂമിയായി തീരും. അതുകൊണ്ടാണ് ഈ യെരുശലേമിൻ്റെ പർവ്വതം മാത്രം, ദേവാലയം ഇരിക്കുന്ന പർവ്വതം മാത്രം ഉയർന്നിരിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അന്ന് യെരുശലേം ദേവാലയം മാത്രം ഉയർന്നത്? ഈ ഭൂകമ്പത്തിൽ ബാക്കിയുള്ളതായിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ശൂന്യമാകും. എന്തിനാണ് ഈ ഭൂകമ്പം മഹാപീഡനകാലത്തിൻ്റെ അവസാനത്തിൽ കർത്താവിൻ്റെ വരവിനാൾ ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്നതെന്നറിയാമോ? ശത്രു സൈന്യത്തെ തോൽപ്പിക്കാനാണ്, നശിപ്പിക്കാനാണ്. എന്താണെന്നറിയാമോ? അന്ന് സകല ജാതികളും, അന്ന് ചുറ്റുമുള്ള സകല ജാതികളും യെരുശലേമിനെതിരെ യുദ്ധത്തിനായിട്ട് യെരുശലേമിനെ വളയും. കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. കർത്താവ് എന്താ പറഞ്ഞത്? സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്നറിവിനെന്ന് കർത്താവ് പറഞ്ഞില്ലേ? സൈന്യങ്ങൾ വളയും, യെരുശലേമിനെ വളയുന്ന കാലം ഇതാ വന്നെത്താൻ പോവുക. അന്നേരം കർത്താവ് ഈ സൈന്യങ്ങളെ വലിയൊരു ഭൂകമ്പത്താൽ നശിപ്പിച്ച് കളയും. വന്നെത്തുന്ന സകല സൈന്യങ്ങളും മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ? ഭൂമി പിളർന്ന് ആ വലിയ പ്രളയത്തെ അല്ലെങ്കിൽ ആ വെള്ളത്തെ വിഴുങ്ങിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ? ഇതന്നെ അർത്ഥം. ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കി. യെരുശലേമിൻ്റെ ചുറ്റുമുള്ള പ്രദേശം, യെരുശലേം ദേവാലയം ഇരിക്കുന്ന കുന്ന് മാത്രം അവിടെ സ്ഥിരമായിട്ടിരിക്കും. ബാക്കിയുള്ളതായിരിക്കുന്ന ആ പ്രദേശം മുഴുവൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഭൂകമ്പത്താൽ നശിപ്പിക്കും. ശത്രു സൈന്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സമതലങ്ങളായി മാറും, നിരപ്പായി തീരും. അതവിടെ നമ്മൾ വായിക്കുന്നത് ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരുശലേമിന് തെക്ക് റിമ്മോൻ വരെ സമഭൂമിയായി തീരും. നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്ത് ബെന്യാമിൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിൻ്റെ സ്ഥാനം വരെ കോൺ ഗോപുരം വരെ തന്നെ ഹനനേൽ ഗോപുരം മുതൽ രാജാവിൻ്റെ ചക്കാലകൾ വരെയും നിവാസികളുള്ളതാകും. അപ്പോൾ ഈ നഗരം മാത്രം, യെരുശലേമിൻ്റെ നഗരം മാത്രം, യെരുശലേമിൻ്റെ നഗരം എന്ന് പറഞ്ഞാൽ യെരുശലേം പട്ടണവും യെരുശലേം ദേവാലയം ഇരിക്കുന്ന ആ കുന്ന് മാത്രം, ആ പർവ്വതം മാത്രം ഇളകാതെ എന്നേക്ക് സ്ഥിരമായിരിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സങ്കീർത്തനം പറയുന്നുണ്ടോ? ആ യെരുശലേം എന്നേക്കും ഇളകാതെ ഇതാണെന്ന് പറയുന്നുണ്ട്. അത് ഈ മഹാഭൂകമ്പത്തിലൊന്നും അതിന് ഇളക്കം തട്ടുകയില്ല. കാരണം ദൈവത്തിൻ്റെ സിംഹാസനം, ദൈവത്തിൻ്റെ മന്ദിരം അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് അത് ഏറ്റവും ഉയർന്നതായിരിക്കണം. ബാക്കിയെല്ലാം സമതലമായിട്ട് തീരുകയും തകർന്നു പോവുകയും ചെയ്യും എന്ന് കാണാനായിട്ട് പറ്റും. ഈ ഒരു മഹാഭൂകമ്പത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? വെളിപ്പാട് പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിൽ ഈ മഹാഭൂകമ്പത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കട്ടെ, 18 പോലെ വായിക്കട്ടെ. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. എപ്പോഴാണെന്നറിയാമോ? 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. 7-ാമത്തെ കലശം ഒഴിക്കുന്നതായിരിക്കുന്ന സമയം. ആ സമയത്തിൽ ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം ദൂതൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യമാണ് മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല.
നോക്കിയേ, ഇന്ന് വരെ അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. മനുഷ്യനുണ്ടായ കാലം മുതൽ നമുക്കറിയാം ഒരുപാട് ഭൂകമ്പങ്ങൾ, ഒരുപാട് ദേശങ്ങൾ തരിപ്പണമാക്കി തീർത്തിട്ടുണ്ടല്ലേ, നമുക്കറിയാം. പക്ഷേ ഇവിടെ ദൈവവചനം പറയുന്നത് എന്താ? കർത്താവ് വരുന്നതായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പം പോലെ അത്ര വലുത് ഭൂമിയിൽ മനുഷ്യനുണ്ടായ കാലം തൊട്ടുണ്ടായിട്ടില്ല എന്നാ. എന്നിട്ട് അവിടെ പറയുകയാണ് മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ഈ മഹാനഗരം എന്ന് വായിക്കുമ്പോൾ 17-ാം അധ്യായത്തിൽ മഹാനഗരം എന്ന് വേശിയിരിക്കുന്ന നഗരത്തെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആ നഗരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ പറയുന്നത് മഹാനഗരം 3 അംശമായി പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജാതികളുടെ പട്ടണമായ മഹാനഗരത്തെക്കുറിച്ചല്ല പറയുന്നത്. ഈ മഹാനഗരം 3 അംശം യെരുശലേം നഗരത്തെക്കുറിച്ചാണ് പറയുന്നത്. യെരുശലേം നഗരം തന്നെ 3 അംശമായിട്ട് പിരിയുന്ന വിധത്തിൽ, ഇന്നത്തെ യെരുശലേം നഗരം 3 അംശമായിട്ട് പിരിയുന്ന രീതിയിൽ അതിന് ചുറ്റുമായി വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് കാണാനായിട്ട് പറ്റും. പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. അപ്പോൾ ആ ഭൂകമ്പം അവിടെ മാത്രമല്ല, ചുറ്റുമുള്ള ജാതികളുടെ പട്ടണങ്ങളെല്ലാം പ്രകമ്പനം കൊള്ളുമാറ് തുള്ളി വിറയ്ക്കും. അത്ര മറ്റ് പട്ടണങ്ങൾ, ജാതികളുടെ പട്ടണങ്ങളൊക്കെ വീഴത്തക്കവണ്ണം ഭയങ്കരമായിരിക്കുന്ന അനർത്ഥം ഉണ്ടാകും. ദൈവ കോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാനപാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപ് മൂടിപ്പോയി, മലകൾ ഇല്ലാതെയായി, താലന്തോളം കനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യന് മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു. അപ്പോൾ ഇങ്ങനെ കർത്താവ് യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുമ്പോൾ യെരുശലേമിൽ തന്നെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയും യെരുശലേമിൻ്റെ പ്രദേശങ്ങളിലെ സകല കുന്നുകളും ഇടിഞ്ഞ് നിരപ്പായി സമതലങ്ങളായി മാറുകയും യെരുശലേം ദേവാലയം ഇരിക്കുന്നതായിരിക്കുന്ന ആ ദേവാലയവും യെരുശലേം പട്ടണം ഇരിക്കുന്നതായിരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയിലെ ദേവാലയവും പട്ടണവും അതിരിക്കുന്ന ഭാഗം മാത്രം എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്കവണ്ണം, മിഡിൽ ഈസ്റ്റിലെ തന്നെ എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്കവണ്ണം ഇതുമാത്രം പർവ്വതങ്ങൾക്ക് മീതെ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉയർന്നതുമായിരിക്കും. ആ ദൈവത്തിൻ്റെ ക്രമീകരണം നോക്കിയപ്പോൾ ആ യെരുശലേം എന്ന് പറയുന്നത് എന്തോ ഒരു മനോഹരമായിരിക്കുന്ന സ്ഥലമായിരിക്കും. അവിടെ എല്ലായിടത്തും വെള്ളമുണ്ടാകും, എപ്പോഴും വെള്ളമുണ്ടാകും. അതത്ര മനോഹരമായിരിക്കും എന്നുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. അതായത് സഹസ്രാബ്ദ വാഴ്ചയിലെ യെരുശലേമിനെ കുറിച്ചാണ് ഞാൻ 4 കാര്യം പറഞ്ഞത്. ഇനി 5-ാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ രാജാവിനെ കുറിച്ചാണ്. അവിടെ ആരായിരിക്കും രാജാവ്? നമ്മളിപ്പോൾ പറഞ്ഞുവല്ലോ, നമ്മുടെ കർത്താവ് അവിടെ വാഴുമെന്ന് പറഞ്ഞല്ലോ. സംശയമില്ല, നമ്മുടെ കർത്താവ് തന്നെയാണ് രാജാവായിട്ട് സകല ഭൂമിയെയും 1000 ആണ്ട് വാഴുന്നതെന്ന് സംശയമില്ല. യെരുശലേമായിരിക്കും ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് സംശയമില്ല. അതൊക്കെ ശരിയായിരിക്കാം. എങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവിനെ കണ്ണുകൊണ്ട് കണ്ട് ജീവിച്ചിരിക്കാൻ മനുഷ്യർക്ക് പറ്റുകയില്ലെന്നാണല്ലോ. കാരണം കർത്താവിനെ ഒരിക്കലും പഴയ മനുഷ്യനെ പോലെ വരികയില്ലെന്നേ. കർത്താവ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ഭയങ്കരമായിരിക്കുന്ന തേജസ്സിൻ്റെ പ്രഭയാണ്. ആ പ്രഭയായിരിക്കുന്നവൻ തൻ്റെ തേജസ് ഭൂമിയിൽ കാണിച്ച് അങ്ങനെ മനുഷ്യനായിട്ട് യെരുശലേമിലിരുന്നാൽ പിന്നെ വന്ന് കാണുന്ന മനുഷ്യർ സാധാരണ മനുഷ്യരല്ലേ, ഇതുപോലെ രക്തവും മാംസവും ഉള്ള മനുഷ്യരല്ലേ. നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ തേജസ് യെരുശലേം ദേവാലയത്തിൽ നിന്ന് പ്രകാശിക്കുന്നത് മാത്രമേ മനുഷ്യർക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. ഭയങ്കരമായി രാവും പകലും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതുമാത്രമേ മനുഷ്യർക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ യെരുശലേമിനെ വാഴുവാനായിട്ട്, യെരുശലേമിനെ ഭരിക്കുവാനായിട്ട് അന്നൊരു പ്രഭു ഉണ്ടാകും, ഒരു രാജാവുണ്ടാകും എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് ഞാൻ 5-ാമത്തെ കാര്യമായിട്ട് യെരുശലേം സഹസ്രാബ്ദ വാഴ്ചയിലെ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ 5-ാമത്തെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചില വാക്യങ്ങൾ ഞാൻ കാണിച്ചു തരട്ടെ. ഹോശേയ പ്രവചനം 3:5. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടുകൊണ്ട് യഹോവയിലേക്കും അവൻ്റെ നന്മയിലേക്കും വരും. തങ്ങളുടെ രാജാവായിരിക്കുന്ന ദാവീദിനെ ഇസ്രായേൽ മക്കൾ അന്വേഷിക്കുമെന്ന. ദാവീദിനെ ഇനി അവരന്വേഷിക്കുമ്പോൾ അവർക്കറിയാമോ ദാവീദ് ഇനി വരുമെന്ന് അവർക്കറിയാമോ? അറിയില്ലെങ്കിലും അവരന്വേഷിക്കുന്ന തന്നെ പ്രവാചകൻ പറഞ്ഞ് ദാവീദിനെ അന്വേഷിക്കുന്ന. ഒരുപക്ഷെ പ്രാവചനിക ഭാഷയിലാണ് പറഞ്ഞത്, കർത്താവിനെ അന്വേഷിക്കുന്ന കാര്യമായിരിക്കാം പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കാമെങ്കിലും ഞാൻ മറ്റ് ചില വാക്യങ്ങൾ കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ഏസ്കേൽ പ്രവചനം അതിൻ്റെ 37-ാം അധ്യായത്തിൽ നിന്ന് ആരായിരിക്കും അവിടെ രാജാവായിട്ട് വാഴുക എന്നുള്ളത് ഞാൻ 100% ഉറപ്പിച്ചൊന്നുമല്ല ആ കാര്യം പറയുന്നത്. എന്നാലും എൻ്റെ ഒരു ധാരണയിൽ, എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദാവീദ് തന്നെയായിരിക്കും 1000 ആണ്ടിലെ പ്രഭുവായിട്ട്, ഇസ്രായേലിന് പ്രഭുവായിട്ട് പ്രത്യക്ഷനായി ഭരിക്കുന്ന രാജാവ് ദാവീദ് തന്നെയായിരിക്കും. കർത്താവിനെ നേരിട്ട് കാണാൻ പറ്റുകയില്ലെന്നേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് 37-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യത്തിൽ എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. നോക്കിയേ, എൻ്റെ ദാസനായ ദാവീദ്
അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും. അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എൻ്റെ ദാസനായ യാക്കോബിനെ ഞാൻ കൊടുത്തു. നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഇപ്പം 2 പ്രാവശ്യം പറഞ്ഞില്ലേ, ദാവീദാണ് അവർക്ക് പ്രഭു എന്ന് 2 പ്രാവശ്യം പറഞ്ഞില്ലേ. ഞാൻ ഇനി ഒരു 2 പ്രാവശ്യം കൂടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാമേ. 34-ാം അധ്യായം, എസ്കേൽ പ്രവചനം, അതിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ 23-24. 34-ൻ്റെ 23-ഉം 24. അവിടെ ഇങ്ങനെ വായിക്കുകയാണ്: അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്ക് നിയമിക്കും. എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവുമായിരിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ അവയോടൊരു സമാധാന നിയമം ചെയ്ത് മൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. നോക്കി, അവിടെ വ്യക്തമായിട്ട് 2 പ്രാവശ്യം കൂടെ പറയുകയാണ്: ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. അവ ഇനി ഇരയായി തിരികെയുമില്ല. ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും. എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അപ്പോൾ ദാവീദിനെ തന്നെ മേയിക്കുമെന്നാണ് സങ്കീർത്തന പുസ്തകം 71-ാം അധ്യായത്തിൻ്റെ 16, 20, 21 വാക്യങ്ങളിലൊക്കെ ദാവീദ് തന്നെ സഹസ്രാബ്ദ വാഴ്ചയിലെ രാജാവായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 1000 ആണ്ടിൽ പ്രത്യക്ഷമായി വാഴുന്നായിരിക്കുന്ന രാജാവ് ദാവീദ് രാജാവായിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് 3-4 കാര്യങ്ങൾ കൂടെ 1000 ആണ്ടിലെ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ 3-4 കാര്യങ്ങൾ കൂടെ പറയണം. യെരുശലേം അനേക ജാതികളും ഒഴുകി വരുന്നതായിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായിരിക്കുമെന്നും ഇസ്രായേൽ ജനത്തിൻ്റെ ആയുസ്സിൻ്റെ വർധനവ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജനത്തിൻ്റെ, അത് യെരുശലേമിൻ്റെ മാത്രമല്ല ഇസ്രായേൽ ജനത്തിൻ്റെയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ ആയുസ്സിൻ്റെ വർധനവെക്കുറിച്ച് പറയണം. അതുപോലെ ഇസ്രായേൽ പർവ്വത നിരകളിലെ ജീവജന്തുക്കൾ നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുഞ്ഞാട് പുള്ളിപ്പുലിയോട് കൂടെ മേയും. അതുപോലെ തന്നെ ഒരു കുട്ടി സർപ്പത്തിൻ്റെ പോതിൽ കൈയിട്ട് കളിക്കും. സർപ്പം കുട്ടികളുടെ കളിവസ്തുവായിരിക്കും. കുഞ്ഞാടും പുള്ളിപ്പുലിയും ഒരുമിച്ച് മേയും ഒരു കുട്ടി അവയെ മേയിക്കും എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇസ്രായേൽ പർവ്വത നിരകളിലെ ജീവജന്തുക്കളുടെ അവസ്ഥ 1000 ആണ്ടിൽ എന്തായിരിക്കും എന്ന് അത് പറയണം. പിന്നെ അവിടെ ദേവാലയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദേവാലയത്തിൽ എന്താ നടക്കുന്നതെന്ന് പറയണം. തന്നെയല്ല, ഈ പ്രഭു എന്ന് പറഞ്ഞത് കർത്താവല്ല, ദാവീദായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ദാവീദ് സാധാരണഗതിയിൽ വീണ്ടും ഒരു മനുഷ്യനായി തന്നെയായിരിക്കും വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രഭു അവിടെ യാഗം കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടെ പറയണം. അപ്പോൾ ഇപ്പോൾ തന്നെ 43 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തന്നെ 2ാം ഭാഗം എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച കാലത്തെ യെരുശലേം എന്ന കാര്യത്തിലെ 2ാം ഭാഗം ഞാൻ നാളെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതെല്ലാവരും ശ്രദ്ധിക്കുക. എന്തൊരു മനോഹരമായിരിക്കും നമ്മുടെ കർത്താവ് ഭൂമിയെ വാഴുന്ന. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ സമയത്ത് നമ്മളാരും ഇവിടെ ഇല്ല കേട്ടോ. നമ്മളാരും ഇവിടെ ഭൂമിയിലായിരിക്കില്ല, നമ്മൾ സ്വർഗത്തിലായിരിക്കും. ഇതിനേക്കാൾ വർണ്ണനാതീതമായിരിക്കുന്ന, പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരിക്കുന്ന, അതിസുന്ദരമായിരിക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും നമ്മൾ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നമ്മൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ കർത്താവ് ഭൂമിയിലായാൽ നമ്മളവിടെ ഒറ്റപ്പെട്ടു പോകില്ലെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് സ്വർഗത്തിൽ. ഭൂമിയിൽ കർത്താവിൻ്റെ തേജസ്സും ഉണ്ട്. ഇതാണ് അതിൻ്റെ സ്ഥിതി. 1000 ആണ്ടിലെ സ്ഥിതി അതാണ്. നമ്മൾ സ്വർഗത്തിലായിരിക്കും. നമുക്ക് വേണ്ടല്ല കേട്ടോ ഈ 1000 ആണ്ട് വാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ച യഹൂദന് വേണ്ടിയിട്ടാണ്. കാരണം യഹൂദൻ ലോകത്തിൻ്റെ ചപ്പും ചവറും നിന്ന പാത്രങ്ങളുമാണ്. അവരെ ദൈവം മാനിച്ച് ലോകത്തിൻ്റെ നടുവിൽ 1-ാമത്തെ പ്രഭുക്കന്മാരായി അവരെ ഉയർത്തുന്ന കാലഘട്ടമാണ് ഈ പറയുന്നതായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അന്ന് അവർ രാജാക്കന്മാരെ പോലെ ആയിരിക്കും ലോകത്തിൻ്റെ ജനത്തിന് മുമ്പിൽ. അതുകൊണ്ട് അവരെ മാനിക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ, തൻ്റെ ജനമായ ഇസ്രായേലിനെ താൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ, ലോകത്തിൻ്റെ മുമ്പിൽ അവരെ പ്രശംസ പാത്രങ്ങളാക്കി തീർക്കുവാൻ തക്കവണ്ണം, അവരെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആക്കി തീർക്കാൻ തക്കവണ്ണം, തൻ്റെ ജനമായ ഇസ്രായേലിനോടുള്ളായിരിക്കുന്ന തൻ്റെ പ്രിയം എത്ര വലുതെന്ന് ലോകത്തെ കാണിക്കാൻ തക്കവണ്ണം ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്ന കാലഘട്ടം
കാലഘട്ടമാണ് 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് ആരും വിസ്മരിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കർത്താവിനോട് അവർ ചോദിക്കുന്നില്ലേ, കർത്താവേ നീ ഇസ്രായേലിന് ഈ കാലത്തിലൊരു രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നില്ലേ. അവരുടെ കാത്തിരിപ്പ് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി അവരെല്ലാവരും കാത്തിരിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ രാജ്യം ഭൂമിയിലേക്ക് വരുന്നത് കാത്തിരിക്കുന്നതാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടെ? അതൊക്കെ യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവരാണ് 1000 ആണ്ട് ഭൂമിയെ വാഴുന്നത്, അവർക്ക് വേണ്ടിയാണ് 1000 ആണ്ട് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നമ്മൾ പങ്കാളികളല്ല. നമ്മളന്നേരം ഉയരത്തിൽ നമ്മുടെ കർത്താവിനോട് സ്വർഗത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇത് യഹൂദന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഒരുത്തനെ നിൻ്റെ വലത്തും ഒരുത്തനെ നിൻ്റെ ഇടത്തും ഇരുത്തണമെന്നൊക്കെ പറയുന്നില്ലേ. നീ എപ്പോഴാണ് രാജാവായിട്ട് വരിക എന്നൊക്കെ ചോദിക്കുന്നില്ലേ. അവരുടെ മശിഹയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുക. അവരുടെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നത് ഇസ്രായേലിൻ്റെ കാത്തിരിപ്പേ. അതാ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആരും തെറ്റിപ്പോകരുത് കേട്ടോ. ഈ കാര്യം ഇങ്ങനെ പഠിക്കണം. ദൈവവചനം നന്നായിട്ട് പഠിക്കാൻ ദൈവം എൻ്റെ കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും സഹായിക്കട്ടെ. ഞാനിതൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ, ദൈവവചനത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും. അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ 2ാം ഭാഗം അടുത്ത ദിവസം ഇടാവേ. ഈ കുഞ്ഞാടും പുള്ളിപ്പുലിയൊക്കെ ഒരുമിച്ച് മേയുന്നതും സഹസ്രാബ്ദ വാഴ്ചയിൽ എന്തിനാ ആ ദേവാലയം, അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിലൂടെ പറയാം. ദൈവം എല്ലാവരെയും കേൾക്കാനും പഠിക്കാനും സഹായിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.